ഇപ്പോഴത്തെ ഈ സീസണിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ചുമ എന്ന് പറയുന്നത്. അതായത് ഡ്രൈ കഫ് വിത്ത് ത്രോട്ട് ഇറിറ്റേഷൻ, അതായത് തൊണ്ടയിൽ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അതായത് നമുക്കറിയാം, ഇപ്പോൾ പകൽ നല്ല ചൂടും രാത്രി കുറച്ച് തണുപ്പുമാണ്. ഈ ഒരു അവസ്ഥയിലാണ് ഈ ഒരു ചുമ കൂടുതലായിട്ടും കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ചുമ വരുന്നത്, അല്ലെങ്കിൽ ഈ ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. ഈ ചുമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, കൂടുതൽ ഈ ചുമ രാത്രിയാണ് കാണുക. അത് നിർത്താതെയുള്ള ചുമയായിരിക്കും, കുത്തിയുള്ള ചുമയായിരിക്കും. പക്ഷേ തുടക്കത്തിൽ ഇത് കാണിക്കാം, ഒന്നെങ്കിൽ മൂക്കൊലിപ്പ് അല്ലെങ്കിൽ സൈനസിൻ്റെ പ്രശ്നം, തലയ്ക്കൊരു കനം പോലെയുള്ളൊരു ലക്ഷണമായിട്ടായിരിക്കും ഇത് വരിക. രണ്ടാമത്തെ ദിവസമായിരിക്കും ത്രോട്ടിൽ ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ ത്രോട്ടിലൊരു ബുദ്ധിമുട്ട് വരിക, അത് ചുമയായിട്ട് മാറുക. അപ്പം നിർത്താതെയുള്ള ചുമ രാത്രിയായിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ ഒരു ചുമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഡ്രൈ കഫായിരിക്കും. നിങ്ങൾ കുറേ ശക്തിയായിട്ട് ചുമച്ച് കഴിഞ്ഞാൽ കുറച്ച് കഫം മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അപ്പം ഈ ഒരു ചുമയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഈ ചുമ എന്ന് പറയുന്നത് വൈറസ് കോസിങ് ആണ്. അതായത് ഇൻഫ്ലുവൻസ വൈറസ്, ജലദോഷമൊക്കെ കോസ് ചെയ്യുന്ന വൈറസ് തന്നെയാണ് ഈ ഒരു മെയിൻ ചുമയുടെ റീസൺ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഈ ഒരു വൈറസ് എന്ന് പറയുന്നത്, ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറയുന്നത് ഒരു 3 മുതൽ 4 ദിവസം വരെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക. ഈ ഒരു 5 ദിവസം കഴിയുമ്പം ഈ ഒരു വൈറസ് കോസ് ചെയ്ത ഈ ബുദ്ധിമുട്ടുകളാണ് നമ്മളെ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതായത് നിർത്താതെയുള്ള ചുമ അല്ലെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷൻ കൊണ്ടുവരുന്നത്. നിങ്ങൾ ഈ ഒരു ചുമ കൂടുതലായിട്ട് വരുമ്പോൾ നിങ്ങൾ പോയിട്ട് ആൻറ്റിബയോട്ടിക്സ് എടുക്കും, അതുപോലെ കഫ് സിറപ്പ് കുടിക്കും. പക്ഷേ ഇത് കുടിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടാവും. ഇതിൻ്റെ ആക്ഷൻ കഴിയുമ്പോൾ വീണ്ടും ഈ ചുമ വരികയാണ് ചെയ്യുക. ഈ ചുമയ്ക്കുമ്പം നിർത്താതെയുള്ള ചുമ വഴി നമുക്ക് തൊണ്ടവേദന അനുഭവപ്പെടുകയും അതുവഴി നമ്മുടെ വോയിസ് കുറയുകയും ചെയ്യും, സൗണ്ട് പൂർണ്ണമായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പം ഇതാണ് മെയിനായിട്ട് ഈ ഒരു ഡ്രൈ കഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? മെയിനായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇളം ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. ഈ ഒരു ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ ത്രോട്ടിലുള്ള ഇറിറ്റേഷൻ മാറാനും അതുപോലെ കഫം ഉണ്ടെങ്കിൽ കഫം പുറത്ത് വരാനും ഇത് സഹായിക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഞാൻ പറഞ്ഞു, നമ്മൾ ചുമയ്ക്കുന്ന വഴി നമ്മുടെ ഈ സൗണ്ട് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ടാമത് നിങ്ങൾ മെയിൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വോയിസ് റെസ്റ്റ് ആണ്. ഒരു 2 വീക്കെങ്കിലും അമിതമായിട്ട് ഇപ്പോൾ വോയിസ് എടുക്കുന്നവരാണെങ്കിൽ, ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് കൂടുതലായിട്ട് സ്ട്രെയിൻ പൊളിറ്റീഷ്യൻസ്, ഇവരൊക്കെ കൂടുതലായിട്ട് വോയിസ് കൊടുത്ത് സംസാരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയേണ്ടത് വോയിസ് റെസ്റ്റ് ആണ്. ഒരു 2 വീക്ക് അല്ലെങ്കിൽ ഒരു 1 വീക്കെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വോയിസ് റെസ്റ്റ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ്, ഞാൻ പറഞ്ഞു, രാത്രിയായിരിക്കും ഈ ചുമ കൂടുക. അതായത് രാത്രി കഫ് ഇമ്പൾസ് കൂടുന്നത് രാത്രി ടൈമിലായിരിക്കും. അപ്പോൾ രാത്രി നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ കഴിവതും 7 മണിക്കുള്ളിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരിക്കലും വയറ് നിറച്ച് കഴിക്കാതിരിക്കുക രാത്രി. ഇത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൂട്ടുകയും അതുവഴി നമുക്കൊരു ഇറിറ്റേഷൻ, നമ്മൾ മലന്ന് കിടക്കുന്ന സമയത്ത് ഈ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൂടി അത് ചുമയിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. അപ്പം ഈ ഒരു ഇൻഫ്ലുവൻസ വൈറസ് നമ്മുടെ ബോഡിയിൽ കയറി ഓൾറെഡി ഈ ഒരാൾക്ക് അലർജി, ആസ്മ അല്ലെങ്കിൽ തുമ്മൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ വൈറസ് കയറിക്കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ടും കൂടും, അല്ലെങ്കിൽ അലർജി കൂടും, ആസ്മ കൂടാം, ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയൊക്കെ കൂടാം. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളിപ്പം തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ഇൻറ്റൻസിറ്റി കൂടാതെ നമുക്ക് തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കഴിവതും 7 മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കുക. പിന്നെ നിങ്ങളുടെ റൂമിൽ തന്നെ മോസ്കിറ്റോ റിപ്പലൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പം മോസ്കിറ്റോ വരാതിരിക്കാനാണെങ്കിൽ ഈ മോസ്കിറ്റോ റിപ്പലൻസ് അല്ലെങ്കിൽ തിരികൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് കഴിവതും ഒഴിവാക്കുക. ഇത് കാരണം ഈ ഒരു കഫിനെ കൂട്ടാനാണ് ഇത് ഉപകരിക്കുക. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ചുമയുണ്ട്, ഈ മോസ്കിറ്റോ റിപ്പലൻസും അതുപോലെ തന്നെ ചന്ദനത്തിരി അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചുമ കൂടുകയുള്ളൂ. അതുവഴി ഇത് ആസ്മയിലേക്ക് ലീഡ് ചെയ്യും. അതായത് ചുമ കൂടിയിട്ട് ഇത് വലിവിലേക്കാണ് ലീഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ കിടക്കുന്ന റൂമാണെങ്കിൽ തന്നെ അത് ഫുള്ള് ക്ലീൻ ആണോ എന്ന് ശ്രദ്ധിക്കുക. ഈ വെൻറ്റിലേഷൻ അല്ലെങ്കിൽ AC ഇതൊക്കെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ എപ്പോഴും ക്ലീൻ ചെയ്യുക. നിങ്ങൾ റാക്ക്
ഈ പൊടി പിടിച്ച ബുക്കുകൾ, ഡ്രസ്സുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും നിങ്ങളുടെ ബെഡ്ഷീറ്റ് നിങ്ങൾ ഒരു 3 ദിവസത്തിൽ കൂടുമ്പോൾ നിങ്ങൾ കഴുകാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നിങ്ങളുടെ ഈ ഒരു ചുമ, അതായത് കുത്തുന്ന ചുമ കുറയ്ക്കാൻ സഹായിക്കും. ഇനി നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ചെറിയ ടിപ്പെന്ന് പറയുന്നത് ഈ ഇരട്ടി മധുരവും അതുപോലെ തന്നെ ചുക്കും സമാസമം എടുത്തിട്ട് നിങ്ങൾക്കത് വായിലിട്ട് അലിയിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ വരണ്ട ചുമയെ ഇത് ശമിപ്പിക്കും. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഈ ഒരു ചുമ കുറവില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹോമിയോപ്പതിയിലാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് ഈ ഒരു ഡ്രൈ കഫിന്. അത് ഓരോ പേഷ്യൻറ്റിൻ്റെയും കഫിൻ്റെ പാറ്റേൺ അനുസരിച്ചായിരിക്കും ഇവിടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കഫ് അതായത് എത്രത്തോളം അത് നീണ്ടു നിൽക്കുന്നുണ്ട്, എപ്പോഴാണ് ഈ ചുമ കൂടുതൽ, കഫം ഉണ്ടോ, അതൊക്കെ അനുസരിച്ചായിരിക്കും ഒരു മെഡിസിൻ സെലക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്.